إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني ولا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വിധേയമായി ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ആർജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിക്കുകയും അന്തിമമായി അവൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും കരുതലും ഉണ്ടാകണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രാർത്ഥനകളിൽ എന്നെന്നും നിലനിർത്തിയിരുന്ന ഒരു പ്രാർത്ഥനയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന പ്രാർത്ഥന. ഞങ്ങളുടെ റബ്ബേ, റബ്ബന ആതിന, നീ ഞങ്ങൾക്ക് നൽകണമേ, ഫിദ്ദുനിയ, ദുനിയാവിൽ, ഹസനതൻ, ഹസനത്ത് തരണമേ, നന്മ തരണമേ, നല്ലത് തരണമേ, വഫിൽ ആഖിറതി ഹസന, പാരത്രിക ജീവിതത്തിലും നീ ഞങ്ങൾക്ക് ഹസനത്ത് തരണമേ, നന്മ തരണമേ, നല്ലത് തരണമേ, വഖിനാ അദാബന്നാർ, നരകാഗ്നിയിൽ നിന്നും നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഇതാണ് ആ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഒരു സവിശേഷത എന്താന്ന് വെച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള. ദുനിയവിയായ കാര്യങ്ങളുണ്ട്, ഉഖ്റവിയായ കാര്യങ്ങളുണ്ട്. ദുനിയവിയായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുന്നവരായ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായ ആളുകളെ ഖുർആൻ അങ്ങേയറ്റം ശക്തിയായി വിമർശിച്ചതായും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പൊ സൂറത്ത് ബഖറയിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടിയിരുന്ന് അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ മഹത്വങ്ങളെ വർണ്ണിച്ചു പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നാണ്. അത് വിശദീകരിച്ചിട്ട് ഖുർആൻ അവിടെ പറയുന്നുണ്ട്, വമിൻഹും മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. ഇങ്ങനെ പറയുന്നവരുണ്ട്, മൻ യഖൂലു റബ്ബന ആതിനാ ഫിദ്ദുനിയ, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്.
അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് ഒരു സംഗതിയും ബാക്കിയായി കിടക്കൂല. പരലോകത്തൊരു ഓഹരിയും അവർക്ക് കിട്ടാനില്ല. കാരണം എന്താണ്? അവർ ചോദിച്ചതും ദുനിയവിയായ കാര്യങ്ങളെ കുറിച്ചാണ്. ദുനിയാവിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണം, ഇവിടെ അധികാരങ്ങൾ ഉണ്ടാകണം, നല്ല കുടുംബം ഉണ്ടാകണം, നല്ല മക്കളുണ്ടാകണം, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകണം, ലോകത്ത് അമ്നുണ്ടാകണം. അങ്ങനെ ദുനിയാവിൽ നമുക്ക് ജീവിച്ചു പോകാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ, നന്മകളും സൗകര്യങ്ങളും ഉണ്ടോ അതിനെക്കുറിച്ച് മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായ ആളുകൾക്ക് അള്ളാഹു തആല ദുനിയാവ് കൊടുക്കും. വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തൊരു ഓഹരിയും ബാക്കിയായി കിടക്കൂല. എന്നിട്ട് പറയുന്നു വമിൻഹും മൻ യഖൂൽ, അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്. എങ്ങനെ പറയുന്നവർ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷാധികാരിയായ റബ്ബേ ഞങ്ങൾക്ക് നീ തരണേ, ഫിദ്ദുനിയാ ഹസനതൻ, ദുനിയാവിൽ ഹസനത്ത് തരണേ, വഫിൽ ആഖിറതി ഹസന, പാരത്രിക ജീവിതത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണേ, വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. അപ്പൊ രണ്ട് സംഗതിയുമായി. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണ്? രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാരത്രിക ജീവിതത്തിൽ ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്വർഗം കിട്ടലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്. അപ്പൊ സ്വർഗം നേടലും നരകത്തിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യുക എന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം എനിക്ക് സാക്ഷാത്കരിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പാരത്രികമായ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ദുനിയവിയായ ആവശ്യങ്ങളെ കുറിച്ച് മാത്രം അള്ളാഹുവിന്റെ മുമ്പിൽ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നവരായ ആളുകൾക്ക് പരലോകത്തൊരു ബാക്കിയും വരുന്നില്ല, ഒരു ഹലാക്കും ഒരു ഓഹരിയും ഒരു ബാക്കി കിടക്കുന്നില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. രണ്ടാമത്തെ സംഗതി എന്താന്ന് വെച്ചാൽ, ഒരാളുടെ പാരത്രിക ജീവിതം നന്നായി തീരണമെങ്കിൽ അയാളുടെ ദുനിയവിയായ സൗകര്യങ്ങളും നന്നാകണമെന്നില്ല. ദുനിയവിയായ സൗകര്യങ്ങൾ മോശപ്പെട്ടൊരു സാഹചര്യത്തിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അയാൾ ആഖിറം നേടിയെടുക്കാൻ അയാൾക്ക് കഴിയില്ല, പ്രയാസങ്ങൾ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ദുനിയവിയായ മോഹങ്ങളും ആഗ്രഹങ്ങളും നന്നാവുക എന്ന് പറഞ്ഞാൽ അതിന് ഉദ്ദേശം എന്താണ്? ഒരാളുടെ ആഖിറത്തിന്റെ വഴി നന്നാവലാണ്. ദുനിയവിയായ സാഹചര്യങ്ങൾ നന്നായാൽ ആഖിറത്തിലേക്കുള്ള വഴി നന്നായി. അങ്ങനെ ദുനിയവിയായ കാര്യങ്ങളെ കുറിച്ചും നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാകുകയും ആ കാര്യങ്ങൾ അള്ളാഹിനോട് നമ്മൾ പറയുകയും വേണം. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആസി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി. അതാണ് ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന. ദുനിയാവ് നീ ഞങ്ങൾക്ക് നന്നാക്കണേ, ദുനിയാവിലാണ് നമ്മുടെ ജീവിതം ഉള്ളത്, ശാശ്വതമല്ലാത്ത ജീവിതം ദുനിയാവിലാണുള്ളത്, അത് ഞങ്ങൾക്ക് നന്നാക്കി തരണേ. അതേപോലെ തന്നെ വഅസ്ലിഹ് ലി ആഖിറതി, എന്റെ ആഖിറത്തിനെ നന്നാക്കണേ, അല്ലതി ഫീഹാ മആദി, അതിലേക്കാണ് എന്റെ മടക്കം. അപ്പൊ എന്റെ മടക്കസ്ഥാനം നന്നാകണമെങ്കിൽ ദുനിയവിയായ ജീവിതം സൗകര്യപൂർണമാകണം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളെ കുറിച്ചും ഒരു സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ ദുനിയാവ് നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ദുനിയാവ് നന്നാവുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദുനിയാവിൽ ഒരു മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകാന്നില്ല. ദുനിയവിയായ സൗകര്യങ്ങൾ ഒരാൾക്ക് ഉണ്ടാവുക. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ഒരു പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫാ ഫീ ബദനിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ ബിഹദാഫീരിഹാ. വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു വചനാണ്. മൻ അസ്ബഹ മിൻകും ആമിനൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നിർഭയനായാൽ, അമ്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഖൗഫ് ഇല്ലാതിരിക്കുക, ഭയത്തിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ കഴിയുക. അതൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ അള്ളാന്റെ നിയമത്തിൽ ഒന്നാണ്. ഭയമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പൊ ഭയമില്ലാത്ത അമ്നിന്റെ അവസ്ഥ, നിർഭയമായ അവസ്ഥ ദുനിയാവിൽ എവിടെയാണുള്ളത്? അവിടെ മാത്രമേ മനുഷ്യന് പുരോഗതി ഉണ്ടാകുകയുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് വീട് വാങ്ങി താമസിക്കുന്ന തീരുമാനിച്ചാൽ നമ്മൾ എന്താ ആലോചിക്കാം? ആ വീട്ടിന്റെ പരിസരം എന്താണെന്നാണ് ആദ്യം ആലോചിക്കുക. അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അവിടെ കള്ളന്മാരും കൊലയാളികളും തോന്നിവാസികളും അരാജകവാദികളും ഒരു സ്ഥലമാണോ? നമ്മളവിടെ പോയി താമസാക്കൂല. എന്താണ്? മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവൂല. അപ്പൊ സമാധാനം ഉള്ളിടത്തെ നമുക്ക് താമസിക്കാൻ കഴിയൂ.
നമ്മളൊരു കച്ചവട സ്ഥാപനം തുടങ്ങുന്നു വെക്കുക, ആ തുടങ്ങുന്ന സ്ഥലം എന്താണ് നമ്മൾ ആലോചിക്കും. അവിടെ ഇടയ്ക്കിടയ്ക്ക് ലഹളകൾ ഉണ്ടാകുന്ന, കച്ചറകൾ ഉണ്ടാകുന്ന, കൊള്ളിവെപ്പ് ഉണ്ടാകുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന ഒരു നാടാണ് എങ്കിൽ അവിടെ നമ്മൾ അതിന് മെനക്കെടൂല. കാരണം എന്താണ്? അമ്നുണ്ടാകൂല. അപ്പൊ എവിടെയാണോ അമ്ന്, നിർഭയത്വം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്, അവിടെ മാത്രമേ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകൂ. അവിടെ ഹൗഫ് ഉണ്ടാകാൻ പാടില്ല. ഭയത്തിൽ നിന്ന് മുക്തമാകണം, വിശപ്പിൽ നിന്ന് മുക്തമാകണം, നഹ്ബ് കൊള്ളയിൽ നിന്നും, സിർഖത്ത് കളവിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയണം. അതുപോലെ ഒരാളുടെ അഭിമാനങ്ങൾ ക്ഷതപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒരാളുടെ ഹുഖൂക്ക്, അയാളുടെ അവകാശങ്ങൾ, നമ്മുടെ സമ്പത്തും സുരക്ഷിതമായി നിൽക്കണം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒരാൾക്ക് കിട്ടുക എന്നതാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി പറയുന്നത്, മൻ അസ്ബഹ മിൻകും അംനൻ ഫീ സിർബിഹി. ആരുടെ ഒരാളുടെ സാഹചര്യമാണോ, അയാളുടെ കുടുംബമാണോ, അയാളുടെ വഴിയാണോ, അയാളുടെ വീടാണോ, അയാളുടെ സാഹചര്യമാണോ നിർഭയമായി തീരുന്നത് എങ്കിൽ. രണ്ടാമത് ആരുടെ ശരീരത്തിനാണോ ആരോഗ്യമുള്ളത്, രോഗമില്ലാത്ത അവസ്ഥ ഉള്ള ശരീരം ആർക്കാണോ കിട്ടിയത്. മൂന്നാമത് ഓരോ ദിവസത്തിലേക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആരുടെ കയ്യിലാണോ ഉള്ളത്. ഇപ്പൊ 3 സംഗതിയാണ്. ഒന്ന്, നിർഭയമായി ആരെയും ഭയപ്പെടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക. 2, ആരോഗ്യമുള്ള രോഗമില്ലാത്ത ശരീരമുണ്ടാവുക. 3, ഒരാൾക്ക് കുടുംബത്തിന് ജീവിച്ചു പോകാനുള്ള ഉപജീവന മാർഗങ്ങൾ ഉണ്ടാവുക. ഈ 3 സംഗതികളും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ദുനിയാവ് മുഴുവനായും അയാൾക്ക് നൽകപ്പെട്ടതുപോലെയാണ്. ഈ ദുനിയാവ് മുഴുവനും അയാൾക്ക് കിട്ടിയതുപോലെയാണ് ഈ 3 സൗകര്യങ്ങൾ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇവിടെ അമ്ന് എന്ന് പറയുന്ന സംഗതിക്ക് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പറഞ്ഞ സ്ഥലത്ത് പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഹു ഖലീലൻ തുമ്മ അൽതറുഹു ഇലാ അദാബിൻ നാരി വബിസൽ മസീർ. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, ഈ നാടിനെ നീ ഒരു നിർഭയമായ നാടാക്കണേ അല്ലാഹ്. ഏത് നാടാണത്? മക്ക എന്ന് പറയുന്ന നാട്. അതായത് ഇസ്മായിൽ നബിയെയും മാതാവിനെയും മക്ക എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആരോരുമില്ലാത്ത, ഒരു കൃഷിയുമില്ലാത്ത, ഒരു സൗകര്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചു പോവുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ ഒരു സമൂഹം ഉണ്ടാകുമെന്നറിയാം. ആ വരുന്ന തലമുറകൾക്ക് സമാധാനപൂർണമായി ജീവിക്കാൻ പറ്റിയൊരു നാടായി ഈ നാടിനെ, മക്കയെ നീ മാറ്റണേ അല്ലാഹ്. ഒന്നാമത്തെ അമ്നിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് അക്കാലം മുതൽ ഇക്കാലം വരെയും ലോകത്തിലെ ഏറ്റവും നിർഭയമായ നാട് ഏതാന്ന് ചോദിച്ചാൽ മക്കയും മദീനയാണ്. ഏത് മനുഷ്യന്മാർക്കും, ഈമാൻ ഉള്ളവരും ഈമാൻ ഇല്ലാത്തവരും പച്ച കാഫര്യങ്ങളായ ആളുകളാണെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിർഭയമായി ജീവിക്കാൻ ലോകത്ത് ഒരിടമുണ്ട് എങ്കിൽ മക്കയും മദീനയുമാണ്. അങ്ങനെയുള്ള നിർഭയങ്ങള നാടാക്കി മാറ്റണേ അല്ലാഹ്. രണ്ടാമത്തത് എന്താ പ്രാർത്ഥന? വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നീ സമറാത്തുകളെ ഭക്ഷിപ്പിക്കണമേ, ഫലവർഗങ്ങളെ ഭക്ഷിപ്പിക്കണമേ. എന്നാ ഒരു നാടിൽ ഒരു സാധനം ഉണ്ടാവില്ല, കൃഷിയൊന്നും മുളക്കാത്ത നാടാണ്. ആ നാട്ടിൽ സമറാത്തുകളെ നീ ഭക്ഷിപ്പിക്കണമേ എന്നാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. എന്നിട്ട് ഒരു കണ്ടീഷൻ, എന്താ കണ്ടീഷൻ? മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആ കൂട്ടത്തിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരായ ആളുകൾക്ക് നീ നല്ല സമറാത്തുകളെ ഭക്ഷിപ്പിക്കണമേ എന്ന പ്രാർത്ഥന. അപ്പോ ആ കണ്ടീഷൻ അല്ലാഹു തആല അംഗീകരിച്ചില്ല. വിശ്വസിച്ചവനാണെങ്കിലും ശരി, വിശ്വസിക്കാത്തവനാണെങ്കിലും ശരി, വമൻ കഫറ ഫഉമത്തിഹു ഖലീലാ, കാഫറായവൻ, ഈ അവിശ്വാസിയായ ആളാണെങ്കിൽ പോലും ദുനിയവിയായ സൗകര്യങ്ങളിൽ നിന്നും നാം അവനെ ആസ്വദിപ്പിക്കും, ദുനിയാവിൽ ആസ്വദിപ്പിക്കും. ദുനിയാവിൽ ഈമാനും ഇഖ്ലാസും തഖ്വയും ഒന്നും നോക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ ഉപജീവനങ്ങൾ കൊടുക്കുക. മക്കയിൽ ജീവിക്കുന്നവനാണെങ്കിലും പുറത്ത് ജീവിക്കുന്നവനാണെങ്കിലും ശരി, ആ നാട്ടിൽ ആരൊക്കെ ജീവിക്കുന്നോ അവനൊക്കെ അള്ളാഹു തആല റിസ്ക് നൽകുമെന്ന് അള്ളാഹിന്റെ ഉറപ്പാണ്. സുമ്മ അൽതറുഹു ഇലാ അദാബിൻ നാർ വബീസൽ മസീർ, പിന്നെ നാം അവനെ
മരണാനന്തരം നരകാഗ്നിയിലേക്ക് നയിക്കും. അതാണ് അവന്റെ സങ്കേതം, മോശപ്പെട്ട സങ്കേതം. വരാനുള്ള ജീവിതം അതാണെങ്കിലും ദുനിയാവിൽ ആ സംഗതി ഇല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു താല തിരുത്തുകയാണ്. ഇവിടെ രണ്ട് സംഗതികൾ ആണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ. ഒന്ന്, ആ നാടിനെ നിർഭയമായ ഒരു നാടാക്കി മാറ്റണേ. രണ്ട്, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഉപജീവന മാർഗങ്ങളായി സമറാത്തുകൾ നൽകണമേ എന്നാണ്. ആ രണ്ട് സംഗതിയും മക്കയിലും മദീനയിലും പോയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിന്റെ നാനാമൂലകളിൽ നിന്നുള്ള ഏതെല്ലാം ഫലവർഗങ്ങളുണ്ടോ അതൊക്കെ ഏറ്റവും ഫ്രഷായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നവരായ ആളുകൾ മക്കയിലും മദീനയിലും ജീവിക്കുന്നവരാണെന്നുള്ള. അവിടെ ഒരു കൃഷിയുമില്ല, അവിടെ ഒരു വെള്ളവുമില്ല, അവിടെ ഒരു നദിയുമില്ല, അവിടെ സൗകര്യങ്ങളുമില്ല. പക്ഷെ എല്ലാ സൗകര്യങ്ങളുമുള്ള ലോകത്തിലെ ഏറ്റവും ഉന്നതമായ നാടിൽ ഒന്നായി അത് നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ വിഷയം എന്താണ്? അമ്നുള്ള നാടാക്കണമേ എന്നാ. അപ്പൊ ആ അമ്നിന് വേണ്ടി കൊതിക്കുക, ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ ഉള്ളതുപോലെ തന്നെ നമ്മളൊക്കെ ജീവിക്കുന്ന നാട്ടിൽ ആ അമ്നുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യമാണ്. ഈ നാട്ടിലും അമ്നും നിർഭയത്വവുമുള്ള ഒരു മുസ്ലിമായ മനുഷ്യന് മുസ്ലിമായി കൊണ്ട് തന്നെ ജീവിച്ച് മരിച്ചു പോകാനുള്ള നിർഭയാവസ്ഥ ഉണ്ടാവുക എന്നതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിലാഷം. വേറെയൊക്കെ രണ്ടാമതുള്ള കാര്യമാണ്. ആ അമ്നും നിർഭയത്വവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നത് ഖുർആനിൽ തന്നെ പൂർവികമായ സമൂഹത്തിലൊക്കെ കഴിഞ്ഞു പോയിട്ടുള്ള അവസ്ഥകൾ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതിലൊന്നാണ് ഫറോവ ചക്രവർത്തിയുടെ ഭരണകാലഘട്ടത്തിൽ ബനൂ ഇസ്രായേലികളായ ആളുകൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ. ഒരു ഭരണ സംവിധാനം മോശമായി കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് എത്രമാത്രം വലിയ ദുരിതമുണ്ടാകും എന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രമാണ് ഖുർആൻ അവിടെ നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ ഖുർആൻ പറയുന്നു, നത്ലു അലൈക മിൻ നബഇ മൂസ വ ഫിറഔൻ. മൂസയുടെയും ഫിറഔന്റെയും വർത്തമാനം നാം നിനക്ക് ഓതിത്തരികയാണ്. ബിൽ ഹഖ്, സത്യസന്ധമായി പറഞ്ഞു തരികയാണ്. ലിഖൗമിൻ യുഅ്മിനൂൻ, വിശ്വസിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി ഈ കഥ പറഞ്ഞു തരികയാണ്. എന്താണ് ആ കഥയിലുള്ളത്? ഇന്ന ഫിറഔൻ, തീർച്ചയായും ഫിറഔൻ എന്ന് പറയുന്ന ആള് ലോകത്തിലെ ദുനിയാവിലെ ഒന്നാം നമ്പർ ധിക്കാരി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഫിറഔനാണ്. അലാഫിൽ അർള്, അയാൾ ഭൂമിയിൽ അങ്ങേയറ്റം വലിയ കൊടിയ ധിക്കാരം കാണിച്ചു, ഔന്നിത്യം കാണിച്ചു. താനാണ് ഏറ്റവും വലിയ ആൾ, തന്നേക്കാൾ മേലെ ഒരാളില്ല എന്ന് വിശ്വസിച്ച ആളാണ്. ഞാനാണ് ഇലാഹ്, ഞാനല്ലാത്ത ഒരു ഇലാഹില്ല, ഞാനാകുന്നു റബ്ബ്, ഞാനല്ലാത്ത ഒരു റബ്ബില്ല എന്ന് വരെ വാദിച്ചിട്ടുള്ള മനുഷ്യനായി പറഞ്ഞിട്ടുള്ള കൊടിയ ധിക്കാരികളിൽ ഒരാളാകുന്നു അയാൾ. അയാളുടെ കഥ എന്താണ്? ഇന്ന ഫിറഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ. അയാളുടെ ജനസമൂഹത്തെ വ്യത്യസ്തങ്ങളായ കക്ഷികളാക്കി മാറ്റി, ശിഅത്തുകളാക്കി മാറ്റി, പലതരം വിഭാഗങ്ങളാക്കി മാറ്റി. എന്നിട്ടോ യസ്തളൈഫു തായിഫതം മിൻഹും, അങ്ങനെ കുറെ കക്ഷികളിൽ ഒരു വിഭാഗം ആളുകളെ അദ്ദേഹം അടിച്ചമർത്തി കളഞ്ഞു. ഇസ്തളഅഫ, ദുർബലന്മാരാക്കി കളഞ്ഞു. യസ്തളൈഫു തായിഫതം മിൻഹും, ആ കൂട്ടത്തിൽ ഒരു വിഭാഗത്തെ ദുർബലന്മാരാക്കി അടിച്ചമർത്തി. ആ കൂട്ടരാരാണ്? ബനൂ ഇസ്രായേലികളാണ്. ഖിബ്തി വർഗത്തിൽപ്പെട്ട ഫറോവയുടെ കൊടിയ ദ്രോഹങ്ങൾക്ക് വിധേയമായിട്ടുള്ള വർഗമാകുന്നു ബനൂ ഇസ്രായേലികൾ. മൂസാ നബിയുടെ തലമുറ സമൂഹം, അവരെയാണ് ഈ അക്രമം കാണിച്ചത്. എങ്ങനെയാണത്? യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, അവരുടെ കൂട്ടത്തിൽ പറക്കുന്ന ആൺകുട്ടികളെ മുഴുവനും അയാൾ അറുകൊല ചെയ്തു. വയസ്തഹീ നിസാഅഹും, പെൺകുട്ടികൾ ജനിച്ചാലേ ജീവിക്കാൻ വിട്ടു. പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റൂ, ആൺകുട്ടികൾക്ക് ആർക്കും അവിടെ ജീവിക്കാൻ പറ്റൂല എന്ന അവസ്ഥ ഉണ്ടാക്കി. അതിനേക്കാളും ഒരു മാരകമായ പ്രഹരം ഒരു സമൂഹത്തിന് പിന്നെ വേറെ ഏതാണ് അനുഭവിക്കാനുള്ളത്? ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അയാൾ അങ്ങേയറ്റം വലിയ ഫാസിക്കായിരുന്നു, അങ്ങേയറ്റം വലിയ കുഴപ്പക്കാരനായിരുന്നു. അതിനേക്കാളും വലിയൊരു കുഴപ്പമില്ല. നാട്ടിൽ ജീവിക്കുന്ന, തന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ഏതൊരു പെണ്ണ് പ്രസവിച്ചാലും, ആൺകുട്ടിയെ പ്രസവിച്ചാൽ ഉടനെ കൊന്നുകളയണം എന്ന് വിധി കൊടുത്ത്, അങ്ങനെ ആരൊക്കെ പ്രസവിക്കുന്നത്, ആരൊക്കെയാണ് ആൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്, അത് തെരഞ്ഞു നടക്കുകയും കൊന്നുകളയുകയും ചെയ്യുന്ന അതിക്രൂരമായ നിലപാട് സഹിച്ചവരാകുന്നു ആര്? ബനൂ ഇസ്രായേൽ വിഭാഗക്കാരായ ആളുകൾ.
അതേ ബനൂ ഇസ്രായേലികളുടെ അനന്തരാവകാശികളായ ആളുകളാണ് തങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അതേ നടപടി ഇന്ന് ദുനിയാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതപ്പോ ഗസയിൽ നടക്കണേ. അവിടെയുള്ള ആൺകുട്ടികളെ മുഴുവനും കശാപ്പ് ചെയ്യുക എന്ന തീരുമാനത്തിലാണ് അവർ. കാരണം ഒരു പുതിയ തലമുറ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന വിചാരത്തിൽ അറുകൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവണത ആരിൽ നിന്ന് കിട്ടിയതാണ്? ബനൂ ഇസ്രായേലികൾക്ക് ഫറോവയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പാരമ്പര്യം. അങ്ങനെ തന്നെ യഥാർത്ഥ ബനൂ ഇസ്രായേലികളുടെ അവകാശികളായ യഥാർത്ഥ ബനൂ ഇസ്രായേലി ആരാണ്? മൂസാ നബിന്റെ ആളാരാണ്? ഈസാ നബിന്റെ ആളാണ്? യഥാർത്ഥ മുസ്ലിമീങ്ങൾ. ഇന്ന് പറയുന്ന ക്രിസ്ത്യാനികളോ യഹൂദികളോ മുസ്ലിമീങ്ങളാണോ? അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ? യഥാർത്ഥ യഹൂദികളാണോ? അല്ല, അവർ യഥാർത്ഥ യഹൂദികളോ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്. ഒരു യഹൂദി മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ യഹൂദിയായി. ഒരു ക്രിസ്ത്യാനി മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയായി. ഇപ്പൊ നിലവിലുള്ള ആൾക്ക് യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല, യഥാർത്ഥ യഹൂദിയല്ല. കാരണം യഥാർത്ഥ യഹൂദിയുടെ പാരമ്പര്യം മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. കാരണം അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? വരാനുള്ള നബി ഉണ്ട്, ആ നബിയെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മുഹമ്മദ് നബി, അതാണ് വേദഗ്രന്ഥം. അത് അംഗീകരിക്കുന്നവർ യഥാർത്ഥ ക്രിസ്ത്യാനി, യഥാർത്ഥ യഹൂദി എന്നതാണ് സത്യം. അപ്പൊ യഥാർത്ഥ യഹൂദികളായ ആളുകൾ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ് എന്ന് പറയാൻ പറ്റുന്ന മുസ്ലിമീങ്ങൾക്കെതിരെ പഴയ ആളുകൾ ചെയ്ത അതേ അക്രമങ്ങൾ ഇന്നും ദുനിയാവിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകും എന്നത് ഫറോവയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതെന്താണ്? വൈദനജ്ജൈനാകും മിൻ ആലി ഫിർഔന. ബനൂ ഇസ്രായേലികൾക്ക് അല്ലാഹു കൊടുത്തുള്ള അനുഗ്രഹം പറയാണ്. വൈദനജ്ജൈനാകും മിൻ ആലി ഫിർഔന. ഫിറഔന്റെ ആളുകളിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയില്ലേ? യസൂമൂനക്കും സൂഅൽ അദാബ്. നിങ്ങളെ അങ്ങേയറ്റം മോശമായ രീതിയിൽ അയാൾ ശിക്ഷിച്ചില്ലേ? യുദബ്ബിഹൂന അബ്നാഅക്കും. നിങ്ങളെ ആൺമക്കളെ അവൻ കൊന്നു. വയസ്തഹ്യൂന നിസാഅക്കും. നിങ്ങളെ കൂട്ടത്തിലെ പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു. വഫീ ദാലികും ബലാഉം മിർ റബ്ബിക്കും അലീം. അതിൽ നിങ്ങൾക്ക് അല്ലാഹുവിങ്കൽ നിന്നുള്ള വലിയ പരീക്ഷണമുണ്ട്. ഫിറഔനി ചെയ്തത് നിങ്ങൾക്കുള്ള വലിയ പരീക്ഷണമാകുന്നു. ആ പരീക്ഷണത്തിൽ പതറാതെ ജീവിച്ചവരായ ആളുകൾക്ക് അവസാനം ഫലം ഉണ്ടായി. എന്താണ്? വൈദ് ഫറഖ്നാ ബികുമുൽ ബഹറ. നിങ്ങളെയും കൊണ്ട് സമുദ്രത്തെ നാം പിളർത്തി. ഫഅൻജൈനാകും. അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വഅഗ്റഖ്നാ ആല ഫിറഔന. ഫിറഔന്റെ ആളുകളെ നാം മുക്കിക്കൊള്ളുകയും ചെയ്തു. വഅൻതും തൻദുറൂൻ. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ. ബനൂ ഇസ്രായേലികളായ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കെ ഫറോവക്കും ഫറോവയുടെ ആളുകൾക്കും മുങ്ങിച്ചാകാൻ വിധിയുണ്ടായി എന്നത് ഒരു ചരിത്ര സത്യമാണ്. ഏത് കൊടിയ ധിക്കാരികൾക്കും അന്തിമമായി സംഭവിക്കാൻ പോകുന്നത് അതാകുന്നു. അതുവരെ നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരും. അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിൽ അമ്ന് നിലനിൽക്കുക എന്നത് ആ നാട്ടിലുള്ള ഭരണാധികാരികൾ ഏത് സ്ഥലം ഭരണാധികാരികളാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ബനൂ ഇസ്രായേലി വിഭാഗക്കാരായ ആളുകൾക്ക് അമ്ന് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഫറോവ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് തന്റെ ഭരണാധികാരം നിലനിർത്താൻ വേണ്ടി അയാൾ ചെയ്തിട്ടുള്ള അക്രമങ്ങളെ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വന്നു. തന്റെ മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് കരയേണ്ടി വന്നു. പ്രതികരിക്കാൻ കഴിയാത്ത വിഷമത്തിൽ അവരായി. ഈ അവസ്ഥ ഒരാൾക്ക് വരിക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളൊരു ഹൗഫ്, ഭയം ഒരു നാട്ടിൽ ഉണ്ടാവുക എന്നാൽ അതിനേക്കാളും വലിയ ഒരു പ്രശ്നം വേറെയില്ല. ഇത് തന്നെയാണ് ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫറോവ അന്ന് ചെയ്ത അതേ പണികൾ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ കാറ്റഗറൈസ് ചെയ്യുക, ആളുകൾ ചില വിഭാഗം ആളുകളെ അടിച്ചമർത്തുക, അവർക്കെതിരെ കരിനിയമങ്ങൾ കൊണ്ടുവരിക, ബുദ്ധിമുട്ടിക്കുക, അവരെ മാർജിനലൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ ലോകത്ത് ഭരണാധികാരികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഭരണാധികാരത്തിന്റെ ദൂഷ്യം എന്ന് പറയുന്നത് അമ്ന് നഷ്ടപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ പോലും റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ നാടിനെ ഒരു നിർഭയമായ നാടാക്കി മാറ്റണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ കാരണം. അപ്പോൾ ഒരു നാട്ടിലെ ഭരണാധികാരി നന്നാവുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അയാൾ മനുഷ്യന്മാരോട് കനിവുള്ളവനാകണം. ഒരു ഭരണാധികാരിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് റിഫഖാൻ, കനിവുണ്ടാകണം. നല്ല ലോല ഹൃദയനായ ആളായിരിക്കണം. കാര്യശേഷി ഉണ്ടാകണം. മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ പാടില്ല. റിഫഖ് ഉണ്ടാകണം, റഅഫത്ത് ഉണ്ടാകണം. അല്ലാ യുകല്ലിഫഹും ഫൗഖ താഖതിഹിം, അയാൾക്ക് കഴിയാത്ത, ഒരു പ്രജയായ ആൾക്ക് കഴിയാത്ത കാര്യങ്ങൾ അയാളെ നിർബന്ധിക്കാൻ പാടില്ല. അല്ലാ യത്ലുബ മിൻഹും മാ ലാ യസ്തതിഉന ഫീലു, ചെയ്യാൻ പറ്റാത്ത പണികൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. ഒരു നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന്മാര്, നമ്മുടെ കയ്യിൽ ഒരു
ഒരു ബിസിനസ്സുകാരനാണെന്ന് വെക്കുക. അയാൾ ഒരു വർഷത്തിൽ 1 കോടി രൂപ ഉണ്ടാക്കി വെക്കുക. ഈ 1 കോടി രൂപ ഒരാൾ സമ്പാദ്യമായി വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ഉണ്ടാക്കിയിട്ട് അതിന്റെ 30% 30 ലക്ഷം രൂപ നേരെ ഗവൺമെന്റ് ഖജനാവിൽ അടക്കണം എന്ന് പറഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന പ്രയാസം എത്രയാണ്? ഇതൊരു അമിതമായ ഭാരം മനുഷ്യന്മാരുടെ കയ്യിൽ കെട്ടിയേൽപ്പിക്കലാണ്. അമിതമായ നികുതി ഭാരങ്ങൾ ഏൽപ്പിക്കുക, അതൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വലിയ പ്രയാസകരമായ സാഹചര്യങ്ങളാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സഹിക്കേണ്ടി വരുന്നു. അതിനപ്പുറം ഒരാൾക്ക് മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കാതിരിക്കുക എന്നുള്ള വലിയ അക്രമകരമായ കാര്യമാണ്. കനിവില്ലാത്തവരായ ആളുകളിൽ നിന്നുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നാട്ടിൽ സ്വൈരവും സമാധാനം ഉണ്ടാണ് നീതി നടപ്പാക്കുന്ന ഭരണാധികാരിയാണ്. ഏവനാണെങ്കിലും ശരി, ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, മനുഷ്യന്മാരോട് നീതിയോട് കൂടി പെരുമാറാൻ കഴിയുന്നവനായിരിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ഭരണാധികാരികളുടെ പ്രത്യേകമായ കൽപ്പനയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ അമാനത്തുകളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളെ അതിന്റെ അവകാശികൾക്ക് കൊടുക്കുന്നവരാകണം. ഒരാള് ഭരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. ആ അമാനത്തുകൾ വീട്ടുന്നവനാകണം. പിന്നെയോ വൈദാ ഹഖംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതിപൂർവം വിധിക്കണം, നീതി നടപ്പാക്കണം. അത് ചില ആൾക്കാർക്ക് ഒരു നീതി, വേറെ ചില ആൾക്കാർക്ക് വേറൊരു നീതി, തന്റെ ആൾക്കാർക്ക് ഒരു നീതി, താനല്ലാത്തവർക്ക് വേറൊരു നീതി. അങ്ങനെയൊക്കെ നീതിരാഹിത്യം ഒരു നാട്ടിൽ നടമാടിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഏത് സമയങ്ങളും വിപ്ലവങ്ങളും കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല, ഒരു നാട് അരാജകത്വത്തിലേക്ക് നീങ്ങുകയും അതിന്റെ എല്ലാ പുരോഗതികളെയും തടയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ ആത്യന്തികമായ ഫലം. അത് പെട്ടെന്ന് വെളിവാകില്ല. കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ അത് വെളിവായി തീരുകയും മനുഷ്യന്മാരതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നീതിപൂർവ്വം ഭരിക്കുന്നവരായിരിക്കുക എന്നതാണ് ഒരു നാട്ടിൽ നന്മ നിലനിൽക്കാനും നീതി നിലനിൽക്കാനും ആവശ്യമായിട്ടുള്ളത്. അതിന് ദീനുൽ ഇസ്ലാം വളരെ വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. വല്ലവനും, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്, മൻ വലിയ മിൻ അംറിൽ മുസ്ലിമീന ശൈഅൻ, മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും ഏറ്റെടുത്താൽ, എന്നിട്ട് ഫവല്ലാ റജുലൻ, അയാള് വേറൊരു കാര്യം, ഒരാൾ ഭരണാധികാരിയാകുന്നു, ഭരണാധികാരിയായ ആള് വേറെ ആൾക്ക് എന്ത് കൊടുക്കുന്നു? വിലായത്ത് കൊടുക്കുന്നു. ഒരാൾ ഗവർണർമാരാക്കുന്നു, അല്ലെങ്കിൽ തന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട പദവികൾ നൽകുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഈ മവദ്ദത്തിൻ, അയാളോടുള്ള സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഔ ഖറാബത്തിൻ, അല്ലെങ്കിൽ കുടുംബബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഫഖദ് ഖാനല്ലാഹ വറസൂലഹു വൽ മുസ്ലിമീന, അയാൾ അല്ലാഹുവിനെ വഞ്ചിച്ചവനാണ്, റസൂലുള്ളാഹിനെ വഞ്ചിച്ചവനാണ്, മുസ്ലിമീങ്ങളെ വഞ്ചിച്ചവനാണ്. എന്ന് വെച്ചാൽ എന്താ? സ്വജനപക്ഷപാതം കാണിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ അങ്ങേയറ്റം ഗുരുതരമായ കാര്യമാണ്. അതൊരു അനീതിയാണ്. അർഹതപ്പെട്ടവന്റെ കയ്യിലാണ് ഏൽപ്പിക്കേണ്ടത്. അത് ചെയ്യാത്തവൻ ഗുരുതരമായ കുറ്റം ചെയ്തവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ നീതിരാഹിത്യമാണ്. മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഇതൊക്കെ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇസ്ലാമിക അല്ലാത്ത ഭരണത്തിനെ കുറിച്ച്, ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ ചെയ്യുന്ന അനീതിയെ കുറിച്ചാണ്. മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു അവകാശം ഒരാൾ മുറിച്ചെടുത്താൽ ബിയമീനി, തന്റെ കൈകൾ കൊണ്ട്, അയാൾക്ക് അല്ലാഹു തആല നരകം വാജിബാക്കി, നിർബന്ധമാക്കി. വഹറമ അലൈഹിൽ ജന്ന, സ്വർഗം നിഷിദ്ധമാക്കി. ഒരാളുടെ അവകാശം കവരുക, അധികാരം ഉപയോഗിച്ച് ഏതെങ്കിലും ആളുടെ അവകാശം കവരുക. അപ്പൊ റസൂല് എന്നോട് ചോദിച്ചു, ഫഖാല ലഹു റജുൽ, ഒരാൾ ചോദിച്ചു, ഇൻ കാന ശൈഅൻ യസീറൻ, ഇങ്ങനെ കവർന്നായിട്ട് എടുത്തത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ നരകത്ത് പോകേണ്ടി വരുമോ റസൂലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? വഇൻ കാന ഖളീബൻ മിൻ അറാഖ്, ഒരു അറാഖിന്റെ കൊള്ളി, പല്ല് വെക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അറാഖ്. ആ അറാഖിന്റെ പച്ചക്കൊള്ളിയാണ് അവകാശമില്ലാത്ത ഒരു ഭരണാധികാരി പിടിച്ചെടുത്തെങ്കിൽ അതിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരും എന്നാണ് റസൂൽ പറഞ്ഞത്. ഇതൊക്കെ നീതിയാണ്. ഈ നീതിയിൽ വർത്തിക്കുന്നവരായ ആളുകൾ ഭരണത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്താണ് സമാധാനം ഉണ്ടാകുന്നത്. ഇനി ഇതല്ലാത്തൊരവസ്ഥ വന്നാലോ അത് ഖിയാമത്തിന്റെ അലാമത്തായിട്ടാണ് റസൂൽ പറഞ്ഞത്. സയഅതി അലന്നാസി സനവാത്ത്, മനുഷ്യന്മാർക്ക് കുറച്ച് കാലം വരാണ്ട്, ചില വർഷങ്ങൾ വരാണ്ട്. അത് അങ്ങേയറ്റം വഞ്ചനാപൂർവമായ കാലമായി, ഭരണം കൊണ്ട് വഞ്ചന കാണിക്കുക,
അങ്ങനെയുള്ള കാര്യത്തിൽ പ്രത്യേകത യുസദ്ദഖു ഫീഹാ അൽ കാദിബ്, കള്ളനായ ആള് സത്യവാനായി മാറും. ഏറ്റവും കൊടിയ കള്ളൻ ഏറ്റവും വലിയ സത്യവാനായി അവതരിപ്പിക്കപ്പെടും. യുകദ്ദബു ഫീഹാ അൽ അസാദിഖ്, സത്യവാനായ ഒരാൾ ഏറ്റവും വലിയ കള്ളനായിട്ട് അവതരിപ്പിക്കപ്പെടും. വയുതമനു ഫീഹാ അൽ ഖായിൻ, കൊടിയ വഞ്ചകനായ ഒരാൾ ഏറ്റവും വലിയ വിശ്വസ്തനായി അറിയപ്പെടും. വയുഹവ്വനു ഫീഹാ അൽ അമീൻ, അമീനായ വിശ്വസ്തനായ ഒരാൾ ഏറ്റവും വലിയ വഞ്ചകനാക്കപ്പെടും. എല്ലാം കീഴ്മേൽ മറിയുന്ന അർത്ഥം. അന്ന് സംസാരിക്കുന്നവർ റുബൈബിലത്തായിരിക്കും. റുവൈബില എന്ന് പറഞ്ഞാൽ എന്താണ്? റുവൈബില നിസ്സാരനായ ആള്, ഒരു സംസാരിക്കാൻ, മനുഷ്യന്മാരോട് പെരുമാറാൻ, സംസാരിക്കാൻ യോഗ്യതയില്ലാത്തവരായ ആളുകൾ സംസാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ഭരണത്തിലേറുക. ഒരു യോഗ്യതയില്ലാത്തവരായ ആളുകൾ ഭരണത്തിലേറുകയും അവർ തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ എന്താ സംഭവിക്കുക? എല്ലാ കള്ളന്മാരും സത്യവാദികളാകും, എല്ലാ സത്യവാന്മാരും കള്ളവാദികളായി തീരുന്ന തലതിരിഞ്ഞ അവസ്ഥ വരലായിരിക്കണ്ട. ഇത് വന്നാലോ അവിടെ അമ്നുണ്ടാവൂല, ഒരു നിർഭയത്വവും അവിടെ വരാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയുള്ള ഭരണാധികാരികളാ വേണ്ടത്? ഖിയാറു അയിമ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹു വയുഹിബ്ബൂനകും, നിങ്ങളുടെ ഭരണാധികാരിയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയും ആ ഭരണാധികാരി നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്താൽ നല്ല ഭരണമാണ്. വയസിലൂന അലൈക്കും വയസിലൂന അലൈഹിം, നിങ്ങൾക്ക് അവരുമായി ബന്ധമുണ്ട്, അവർക്ക് നിങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഭരണാധികാരി അങ്ങനെയാണ്, ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്ന ആളാണ്. അയാൾ ഏതെങ്കിലും ഗിരിപർവ്വങ്ങളിൽ നിൽക്കുന്ന ആളല്ല, അയാൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവനാണ്. ഓ ശിറാറു അയിമ്മത്തിക്കും, ഇനി നിങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരി ആരാണ്? അല്ലദീന തബ്ഗലൂനഹു, നിങ്ങൾക്ക് അവരോട് ദേഷ്യമാണ്. വയബ്ഗലൂനകും, നിങ്ങളോട് അയാൾക്കും ദേഷ്യമാണ്. അങ്ങനെയുള്ള ഭരണാധികാരിയാണ്. വതൽഅനൂനകും വയൽഅനൂനകും, അയാൾ നിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു, ശപിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സുഖവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ വന്നാൽ മോശപ്പെട്ട ഭരണാധികാരിയാണ്. അപ്പൊ റസൂലിനോട് ഒരാൾ ചോദിക്കണം, അഫലാ നുനാബിദുഹും ബിസ്സൈഫ്, അങ്ങനെയുള്ള ഭരണാധികാരികളെ ഞങ്ങൾ വാളെടുത്ത് നേരിട്ടിട്ട് റസൂലേ എന്ന് ചോദിച്ച റസൂൽ എന്താ പറഞ്ഞത്? പോയിക്കോളിന്നല്ല, പോകാൻ പാടില്ല. കാലല്ല, ചെയ്യരുത്. മാ അഖാമു ഫീകുമുസ് സലാ, നിങ്ങളുടെ കൂട്ടത്തിൽ അവർ നിസ്കാരം നിലനിർത്തുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്കിവിടെ പള്ളിയുണ്ട്, നിസ്കരിക്കാൻ സൗകര്യങ്ങളുണ്ട്, നോമ്പ് നോൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും മതപരമായി ജീവിക്കാൻ സൗകര്യം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. മാത്രല്ല, ഇനി നിങ്ങൾക്ക് വെറുക്കുന്ന എന്തൊരു കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായാലോ ആ പ്രവൃത്തിയെ നിങ്ങൾ വെറുക്കുക. അതല്ലാതെ അവർക്കെതിരെ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല, നിങ്ങൾ വാളെടുക്കാൻ പാടില്ല, കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയാൽ അരാജകത്വമായിരിക്കും ഫലം എന്ന് പ്രത്യേകം പറയണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതായ കാര്യമാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? നാട് നല്ലതായിരിക്കണം, നാട്ടിൽ അമ്നുണ്ടാക്കണം, നിർഭയമായ സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് ഇപ്പം നമ്മൾ പ്രത്യേകമായി പറയാൻ കാരണം എന്താണ്? നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അടുത്ത വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും പല സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഒന്നെന്താന്ന് വെച്ചാൽ എന്താണ്? വെള്ളിയാഴ്ച ജുമാ നിർത്തി വെച്ചിട്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ പോകണം എന്ന് ചില ആൾക്കാർ ഫത്വ ഇറക്കി കളഞ്ഞു. ഇതൊന്നും ആവശ്യമല്ല. വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. വോട്ട് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ തിരിയാൻ മാത്രമുള്ള ആളുകളാണ് കേരളത്തിൽ ജീവിക്കുന്നത്. അന്തംഗമ്മികളായ ആൾക്കാരൊന്നും അല്ല. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരായ ആൾക്കാർ. നിങ്ങൾ വോട്ട് ചെയ്യണം, വോട്ട് നശിപ്പിക്കാൻ പാടില്ല, നമ്മളൊരു വലിയ പ്രധാനപ്പെട്ട പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ബോധ്യപ്പെടുന്നവരായ ആളുകളാണ്. അതിലൊക്കെ വേറെ ചില ആൾക്കാർ നമ്മളെ കൂട്ടത്തിലെ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരെ, ജനാധിപത്യത്തെ സഹായിക്കാൻ പാടില്ല, നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെ നമ്മൾ സഹായിക്കാൻ പാടില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുഫറിലും ശിർക്കിലും അകപ്പെട്ടു പോകും, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല, അത് കാഫറായി പോകുന്ന കാര്യമാണ് എന്ന് പറയുന്ന വേറെ ചില വിവരം കെട്ടവരായ ആളുകൾ. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? ഭൂരിപക്ഷ തീരുമാനങ്ങളൊക്കെ നമുക്ക് സ്വീകാര്യമാണെന്നുള്ള അർത്ഥത്തില്ല. ആ തരത്തിലുള്ള ജനാധിപത്യം ഉണ്ട്. അതല്ല നമ്മൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ ജീവിക്കുവാനും വോട്ട് ചെയ്യാനും ഭരണത്തിലേറാനും ഭരണത്തിൽ തയ്യാറങ്ങാനും ഒക്കെയുള്ള അവകാശമുള്ളൊരു നാടാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹപരമായ കാര്യമാണ്. അതേപോലെ തന്നെ മതേതരത്വം തന്നെ നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഭരണഘടനാപരമായ അവകാശമുണ്ട്. ആ അവകാശം അനുസരിച്ച് അവനും ജീവിക്കാം, എനിക്കും ജീവിക്കാം. ഞാൻ അവനെയും അവൻ എന്നെയും ഒന്നും ദ്രോഹിക്കാൻ പാടില്ല. അതിന് ഭരണഘടനാപരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെക്കണം, അതിന്റെ സൗകര്യം ചെയ്തു കൊടുക്കണം. ഇതാകുന്നു നമ്മുടെ ഭരണഘടന. ഇതനുസരിച്ച് ഒരാള് ആ ജനാധിപത്യം ഇവിടെ ഉണ്ടാകണം, ആ മതേതരത്വം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് വേണ്ടിയാണ്, മുസ്ലിമീങ്ങൾക്ക്
ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിചാരിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം വികലമായ ആശയങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടില് നമ്മളിങ്ങനെ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു നായ നമ്മളെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നായല്ലേ, നായ ഒരു പാവം മൃഗല്ലേ, അതിനെ കൊല്ലാൻ പറ്റൂല, തല്ലാൻ പറ്റൂല, കൊന്നു കഴിഞ്ഞാൽ കുറ്റം കിട്ടൂലേ എന്നൊന്നും വിചാരിക്കലല്ല. നായ കടിക്കാൻ വന്നാൽ നായയെ കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ വടിയെടുത്ത് അടിക്കുക, ഒന്നിനും കഴിയില്ലേ, ഓടി രക്ഷപ്പെടുക. അതാണ് ചെയ്യേണ്ടത്. ഇതേപോലെയുള്ള ഒരു സാഹചര്യം പോലെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പലയാതി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രശ്നങ്ങളിലൊക്കെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് നിയമപരമായി കിട്ടിയിട്ടുള്ള സൗകര്യങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് വേണ്ടത്. വോട്ട് ചെയ്യുന്നതിനും അതിനു വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ നല്ല ഭരണാധികാരികൾ ഉണ്ടാവുക, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് സൗകര്യങ്ങൾ ചെയ്യുന്ന, നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ഭരണാധികാരികൾ ഉണ്ടായെങ്കിലേ നാട്ടിൽ അമ്നുണ്ടാവുകയുള്ളൂ. ആ അമ്ന് നമുക്ക് തരാൻ യോഗ്യന്മാരായ ആൾ ആരായിരുന്നാലും ശരി, അവൻ ആരായിരുന്നാലും ശരി, അതിൽ കൂടുതൽ യോഗ്യൻ ആരാണോ നോക്കുക, അവനെ നമ്മൾ സഹായിക്കുക, സംരക്ഷിക്കുക എന്നത് നമ്മുടെ ദുനിയാവ് നന്നാകുക, ദുനിയാവിലൂടെ ദീന് നന്നാകുക. അതാണ് നമ്മൾ പ്രാർത്ഥന. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവ് നന്നാക്കണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നു എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള എല്ലാവിധ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദീനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്ഥിതിയും അവസ്ഥയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ള ആയത്തുണ്ട്. നമ്മുടെ നാട്ടിൽ ഭരണാധികാരികൾ മോശക്കാരായി തീരുന്നുണ്ട് എങ്കിൽ, നമ്മൾക്ക് മേലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മളൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വകദാലിക നുവല്ലി ബഅദൽ ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. ഓരോ മനുഷ്യന്മാരും ചെയ്തു കൂട്ടുന്നതിന്റെ ഫലമായിട്ട് അക്രമികളായ ആളുകളെ അക്രമികളുടെ മേൽ ആധിപത്യം കൊടുക്കും. അപ്പൊ മുസ്ലിമീങ്ങളായ ആളുകൾ അക്രമികളായി തീരുന്നുണ്ടെങ്കിൽ, ദീനനുസരിച്ച് ജീവിക്കാത്തവരാണ് എങ്കിൽ ഉണ്ടാകാവുന്ന കാര്യം എന്താണ്? അവർക്ക് മേലെ അക്രമികളായ ആളുകളെ ഭരണാധികാരികളായി വാഴിക്കപ്പെടും. അത് അള്ളാഹുവിന്റെ ബലാണ്, മനുഷ്യൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ലത് വരാൻ വേണ്ടി കൊതിക്കുക, നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ ബലാവിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ ജീവിതം നമ്മൾ നന്നാക്കുക, നല്ല തൗഹീദുള്ളവരാകുക, ആഖിറത്തിൽ നല്ല ഉത്തമ വിശ്വാസമുള്ളവരാകുക, അള്ളാഹുവിൽ നല്ല തവക്കുലുള്ളവരാവുക. അങ്ങനെയൊക്കെ ജീവിതത്തെ നമ്മൾ വൃത്തിയാക്കുക, നന്നാക്കുക. എന്നിട്ട് അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുക, നമ്മൾ ചെയ്യാവുന്ന പണികളൊക്കെ നമ്മൾ ചെയ്യുക. അതൊക്കെയാണ് എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. അതൊക്കെ നമ്മൾ ജീവിതത്തിന്റെ വലിയ വലിയ ആയുധങ്ങളായി ഉപയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ.